അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 ശനിയാഴ്ച. മലപ്പുറം ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശമെന്നും ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താൽപര്യമുള്ളവരെല്ലാം കൂടി അതിനെതിരെ രംഗത്തു വന്നതാണെന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും തലപ്പത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ടൌൺഷിപ്പ് നിർമ്മിക്കാനായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് സർക്കാർ. നിയമതർക്കങ്ങൾക്കിടെയാണ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാരിന്റെ നീക്കം. എസ്റ്റേറ്റ് ഏറ്റെടുത്തതായി എൽസ്റ്റണിൽ കളക്ടർ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. 64,4705 ഹെക്ടർ ഭൂമിയാണ് ദുരന്ത നിവാരണ ഉത്തരവ് പ്രകാരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് മുതൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് വിവരം. എക്സാലോജി കുറ്റപത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സാലോജിക്കിനെ വലിച്ചെഴുക്കുന്നത് എന്തിനെന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാർ തുകയാണ് കൈമാറിയിട്ടുള്ളതെന്നും സാമ്പത്തിക ഇടപാട് സുതാര്യമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയെ വലിച്ചെഴുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരായ കേസിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയെന്ന CPMന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് തള്ളി CPI. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് LDFന്റെ കേസല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ജുവൈനൽ ബോർഡ് ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ജില്ലാ കോടതിയെ സമീപിച്ചത്. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗവുമായി ചേർന്ന് കിടക്കുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ റീയൂണിയൻ ദ്വീപുകളിൽ ചിക്കൻ ഗുനിയ വ്യാപനമുണ്ടായ സാഹചര്യത്തിൽ കേരളം കരുതിയിരിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. 2006-2007 കാലഘട്ടങ്ങളിലാണ് ഇതിനു മുൻപ് വ്യാപകമായി ചിക്കൻ ഗുനിയ ബാധ ഉണ്ടായത്. ലോകാരോഗ്യ സംഘടന വിദഗ്ധരുടെ യോഗം വിളിച്ചു ചേർക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. മുനമ്പം ഭൂമി വിഷയത്തിൽ നിർണായകമായ ചോദ്യവുമായി വഖഫ് ട്രിബ്യൂണൽ. വഖഫിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് മാത്രമല്ലേ വിൽപ്പനയ്ക്ക് തടസ്സമുള്ളൂ എന്ന ചോദ്യമാണ് ട്രിബ്യൂണൽ ചെയർമാൻ രാജൻ തട്ടിൽ ഉന്നയിച്ചത്. മുനമ്പം കേസിൽ ഇന്നലെ വഖഫ് ട്രിബ്യൂണലിൽ നടന്ന വാദത്തിനിടെയാണ് രാജൻ തട്ടിലിന്റെ ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോലീസ് എടുത്ത പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി. സ്ഥാപനത്തിനും എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ 6 ജീവനക്കാർക്കുമെതിരെയാണ് കേസെടുത്തിരുന്നത്. ലഹരിക്കെതിരായ പരമ്പരയിലെ വിവരങ്ങളുടെ പേരിലാണ് മാധ്യമത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. പരമ്പര സദുദ്ദേശപരമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ പോക്സോ കേസ് റദ്ദാക്കിയുള്ള ഹൈക്കോടതി വിധി നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കുന്ന വിധിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോടും ഏഷ്യാനെറ്റ് ന്യൂസിനോടും മാപ്പ് പറയണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാരിന് മുഖ്യമന്ത്രിക്കുമേറ്റ കനത്ത പ്രഹരമെന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇനിയെങ്കിലും മുഖ്യമന്ത്രി പാഠം പഠിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഹൈക്കോടതി വിധി നീതിയുടെ വിജയമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും വ്യക്തമാക്കി. വിവാദ മലപ്പുറം പ്രസംഗത്തിൽ ക്ഷമാപണം നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ സന്നദ്ധത അറിയിച്ചെന്ന് INL സംസ്ഥാന അധ്യക്ഷൻ AP അബ്ദുൽ വഹാബ്.
പരാമർശത്തിൽ INLന്റെ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട ആശങ്കയും വെള്ളാപ്പള്ളിയെ അറിയിച്ചു. പിന്നാക്ക സംവരണ മുന്നണിയുടെ ഭാഗമായി വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച മുസ്ലിം ലീഗ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അവഗണിച്ചതാണ് പ്രസ്താവനയ്ക്ക് കാരണം. തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനും നിലവിലെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും മുസ്ലിം ലീഗ് ഇത് ആയുധമാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 സബ്സിഡി ഇനങ്ങളുടെ വില ഇന്നു മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ കുറയും. തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നിവയ്ക്കാണ് 4 മുതൽ 10 രൂപ വരെ കിലോഗ്രാമിന് കുറയുക. മാള കീഴൂരിലെ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് തെളിവെടുപ്പിനിടെ പോലീസിന് മുന്നിൽ കൂസലില്ലാതെ വിവരിച്ച് പ്രതി ജോജോ. നാട്ടുകാരുടെ കനത്ത രോഷത്തിനിടെ പ്രതി 6 വയസ്സുകാരനെ മുക്കിക്കൊന്ന കുളക്കരയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ്. കൊല്ലപ്പെട്ട 6 വയസ്സുകാരന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ കുഴൂരിലെ ഇടവക പള്ളിയിൽ സംസ്കരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് ആദ്യ കുറ്റപത്രം നൽകി. ശേഷിക്കുന്ന 19 കേസുകളിൽ 3 മാസത്തിനകം കുറ്റപത്രം നൽകാമെന്നും പോലീസ് അറിയിച്ചു. കേസിൽ CPM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിൽ ആരെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ നടപടിയുണ്ടാവുമെന്നും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി മെയ് 21 വീണ്ടും പരിഗണിക്കും. അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകി. ഈ അപേക്ഷ മെയ് 21 പരിഗണിക്കും. കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. 7.5 വർഷത്തിന് ശേഷമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. കേരള സർവകലാശാല MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥിക്ക് അക്കാദമിക് റെക്കോർഡ് പരിശോധിച്ച് ശരാശരി മാർക്ക് നൽകാൻ ലോകായുക്തയുടെ നിർദ്ദേശം. 3ാം സെമസ്റ്ററിലെ പ്രൊജക്ട് ഫിനാൻസ് പേപ്പറിന് ശരാശരി മാർക്ക് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. MBA വിദ്യാർത്ഥി അഞ്ജന പ്രദീപിന്റെ ഹർജിയിലാണ് ലോകായുക്ത ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളുടെ എണ്ണം ഈ വർഷം 45 ലക്ഷം പിന്നിട്ടുവെന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ കണക്കുകൾ വിശദമാക്കുന്നു. 2030-ൽ അത് 56 ലക്ഷത്തിലേക്ക് എത്തുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജില്ലയിലെ ആകെ അവിദഗ്ധ തൊഴിലാളികളിൽ 50%-ലധികവും മറ്റ് സംസ്ഥാനത്ത് നിന്നെത്തുന്നവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുംബൈ ഭീകരാക്രമണ കേസിൽ US-ൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തഹാവൂർ റാണയെ താമസിപ്പിക്കുക NIA ആസ്ഥാനത്ത്. അതീവ സുരക്ഷയുള്ള 14 അടി നീളവും 14 അടി വീതിയുമുള്ള സെല്ലിലായിരിക്കും ഇയാളെ ചോദ്യം ചെയ്യുക. CCTV നിരീക്ഷണവും 24 മണിക്കൂറും സുരക്ഷാ കാവലും ഉണ്ടായിരിക്കും. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ വ്യാഴാഴ്ചയാണ് അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയതിനെ തുടർന്ന് ഇന്ത്യയ്ക്ക് കൈമാറിയത്. തമിഴ്നാട്ടിൽ AIADMK വീണ്ടും NDAയിൽ ചേർന്നു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. എടപ്പാടി പളനിസ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ NDA സഖ്യം അധികാരത്തിലെത്തുമെന്നും എടപ്പാടിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും AIADMK NDAയിൽ ചേരുന്നത് ഒരു ഉപാധിയും ഇല്ലാതെയാണെന്നും അമിത്ഷാ പറഞ്ഞു. തമിഴ്നാട്ടിൽ K അണ്ണാമലയ്ക്ക് പകരം നൈനാർ നാഗേന്ദ്രൻ BJP അധ്യക്ഷനാകും. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് നൈനാർ പത്രിക നൽകിയത്. ഇന്നലെ വൈകുന്നേരം 4 മണി വരെയായിരുന്നു ഈ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം. എന്നാൽ പത്രിക നൽകിയത് നൈനാർ നാഗേന്ദ്രൻ മാത്രമാണ്. കർണാടകയിൽ ജാതി സെൻസസ് റിപ്പോർട്ട് ക്യാബിനറ്റിൽ വെച്ചു. ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് റിപ്പോർട്ട് ചർച്ചയ്ക്കായി എടുക്കാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 17-ന് ജാതി സെൻസസ് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ക്യാബിനറ്റ് യോഗം ഉണ്ടാകും. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ റിപ്പോർട്ട് എന്നാണ് ജാതി സെൻസസ് റിപ്പോർട്ടിനെ ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത്. ബംഗളൂരുവിൽ ബൈക്കിൽ ആൺകുട്ടിക്കൊപ്പം ഇരിക്കുകയായിരുന്ന ബുർഖയിട്ട പെൺകുട്ടിക്ക് നേരെയുണ്ടായ സദാചാര ആക്രമണത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 5 പേർ അറസ്റ്റിൽ. അഫ്രീദ് പാഷ, വസീം ഖാൻ, മാഹിൻ, മൻസൂർ, പ്രായപൂർത്തിയാകാത്ത ഒരാൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
ഇന്നലെ ബംഗളൂരുവിലെ ചന്ദ്ര ലേ ഔട്ടിലാണ് സംഭവം. പെൺകുട്ടി നൽകിയ പരാതിയിൽ 5 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വാരണാസിയിൽ 23 പേർ ചേർന്ന് 19കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രതികൾക്കെതിരെ കർശന നടപടികളെടുക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകി. സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിനിടെയായിരുന്നു മോദിയുടെ പ്രതികരണം. വടക്കൻ ചൈനയിൽ മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തലസ്ഥാനമായ ബീജിംഗ്, തിയാൻജിൻ, ഹീബൈ പ്രദേശങ്ങൾക്കാണ് മുന്നറിയിപ്പ്. 50 കിലോയിലധികം ഭാരമില്ലാത്തവർ പുറത്തിറങ്ങുന്നത് അപകടകരമാണെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. IPL-ൽ കൊൽക്കത്തയോട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി ചെന്നൈ സൂപ്പർ കിങ്സ്. സ്വന്തം മണ്ണിൽ 8 വിക്കറ്റിന്റെ തോൽവിയാണ് ചെന്നൈ ഏറ്റുവാങ്ങിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. കുഞ്ഞൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്ത 59 പന്ത് ബാക്കി നിൽക്കെ അനായാസമായി വിജയത്തിലെത്തി. മിന്നുന്ന തുടക്കം നൽകി ക്വന്റൺ ഡി കോക്കും സുനിൽ നരൈനും പുറത്തായെങ്കിലും 10.1 ഓവറിൽ ചെന്നൈ ഉയർത്തിയ വിജയലക്ഷ്യം KKR മറികടന്നു. സുനിൽ നരൈൻ 18 പന്തിൽ 44 റൺസെടുത്ത വിജയം അനായാസമാക്കി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.